ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ ആവർത്തിക്കുന്നതിനിടെ നടപടികൾ കർശനമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലാലു പ്രസാദ് യാദവിനും അമിത് ഷായ്ക്കും അക്ബറുദ്ദീൻ ഒവൈസിക്കും എതിരെ എടുത്ത കേസുകൾ മറ്റ് നേതാക്കൾക്കും മുന്നറിയിപ്പ് നൽകുമെന്നാണ് കമ്മീഷന്റെ പ്രതീക്ഷ. അമിത് ഷാ നരഭോജിയെന്ന് ലാലു കാലിത്തീറ്റക്കള്ളനെന്ന് അമിത് ഷാ, നരേന്ദ്രമോദി പിശാചും സ്വേച്ഛാധിപതിയുമെന്ന് അക്ബറുദ്ദീൻ ഒവൈസി. ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം അവസാനിക്കാൻ 3 ദിവസം മാത്രം അവശേഷിക്കെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നേതാക്കൾ പ്രകോപനമുണ്ടാക്കരുതെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നറിയിപ്പ് ആവർത്തിച്ച് അവഗണിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് കമ്മീഷന്റെ തീരുമാനം. പിന്നോക്കക്കാരും മുന്നോക്കക്കാരും തമ്മിലുള്ള യുദ്ധമാണ് തിരഞ്ഞെടുപ്പ് എന്ന പരാമർശത്തിന് ലാലു പ്രസാദ് യാദവിനെതിരെയായിരുന്നു ആദ്യ കേസ്. ലാലുവിനെതിരായ പരാമർശത്തിന് ബേഗൂസറായിലാണ് അമിത്ഷായ്ക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസെടുത്തിട്ടും നേതാക്കൾ പ്രകോപനപരമായ പ്രസ്താവനകൾ അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്നതാണ് വാസ്തവം. ഗോവധ വിഷയം കൂടി തിരഞ്ഞെടുപ്പിലേക്ക് കടന്നുവന്നതോടെ ഹിന്ദു മുസ്ലിം വോട്ടുകളുടെ ധ്രുവീകരണം ലക്ഷ്യമിട്ട് പ്രകോപനപരമായ കൂടുതൽ പരാമർശങ്ങൾ ഉണ്ടായേക്കാം. കഴിഞ്ഞ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേതിന് സമാനമായ സാഹചര്യമാകും അങ്ങനെയെങ്കിൽ ബീഹാറിൽ ഉടലെടുക്കുക. നവരാത്രി അടക്കമുള്ള ആഘോഷങ്ങൾ തിരഞ്ഞെടുപ്പിനിടെ വരാനിരിക്കെ പ്രകോപനപരമായ പ്രസ്താവനകൾ ഇല്ലാതാക്കാനാണ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രമം. റിപ്പോർട്ടർ, പട്ന.